കുട്ടികളെ വിസ്മരിപ്പിക്കുന്ന, കുട്ടികളെ ആശയങ്ങൾ കൊണ്ട് അമ്മാനമടുപ്പിക്കുന്ന ഒന്നുമല്ല. കുട്ടികളുടെ ചിന്തകളിലേക്ക് വിശ്രമവേളകളിൽ ഒരു കൂട്ടായി നടക്കുന്ന ഒരാൾ. അതെ, ഒരു മാന്ത്രികമായ ഒരു സാധനം. ഇതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇത് നമ്മളെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ആർക്കും ഈ റബ്ബർ വാങ്ങിക്കൊടുക്കാം. ഒന്നില്ലെങ്കിൽ കുറച്ചു നേരം മൊബൈലെങ്കിലും കുത്താതിരിക്കും. ഇപ്പൊ ഒരു പടം പകർത്തേണ്ട രീതിയിലെ പ്രകാരം ഈ ചിത്രം നമ്മൾ എവിടെ എടുക്കണമെങ്കിലും എടുക്കേണ്ട പേപ്പറിലൊട്ട് റബ്ബർ തുടക്കണം. ഇപ്പൊ ഇതിന്റെ ഉപയോഗ രീതി ഒരു തവണയെങ്കിലും നമ്മൾ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. ഇപ്പൊ ഞാനൊരു ചിത്രം എടുത്ത് കാണിക്കാം. ഈ പടം എടുത്ത് കാണിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിയാൽ ഇത് ഉപകാരപ്പെടണം. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പടമാണ്. ഈ പടം പകർത്തിയെടുക്കാനല്ല, പാഠപുസ്തകത്തിൽ നിന്നോ നോട്ട്ബുക്കുകളിൽ നിന്നോ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നോ ഇതുപോലുള്ള ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ കഴിയും. ഈ പടം നമ്മൾ എവിടെ എടുക്കണമെങ്കിലും എടുക്കേണ്ട പേപ്പറിലോ നോട്ട്ബുക്കിലോ വർക്ക് ബുക്കിലോ ഈ റബ്ബർ തുടക്കണം. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർത്തേണ്ട പടം വരേണ്ടത് ഈ റബ്ബർ തുടച്ചെടുത്തായിരിക്കണം. ഇനി ഇതുപോലെ മിനുസമുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഈ ചിത്രത്തിന്റെ മേളിൽ ഒന്ന് അമർത്തിയ ഒരു ഫോട്ടോസായിട്ട് എടുക്കുന്നതിന് തുല്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ പകർത്തിയെടുക്കാം. ഇപ്പൊ ഇത് സയൻസ് ബുക്കുകളിൽ നിന്നാകാം, സാമൂഹ്യ പാഠ പുസ്തകങ്ങളിൽ നിന്നാകാം, സോഷ്യൽ ബുക്കുകളിൽ നിന്നാകാം. ഇപ്പൊ ഇത് പരിസ്ഥിതിയെ പറ്റി പഠിക്കുന്ന ചിത്രങ്ങൾ പകർത്തിയെടുക്കാം. ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും പകർത്തിയെടുക്കാൻ കഴിയും. പിന്നെ വില 20 രൂപയുള്ളൂ. 3 റബ്ബർ 50 രൂപയാണ്. 1000-ഓളം പടങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ റബ്ബർ കൊണ്ട് പകർത്തിയെടുക്കാൻ കഴിയും. ഇത് നമ്മുടെ കുട്ടി മോനെ 20 രൂപ മനെ 3 എണ്ണം 50 രൂപയാണ്. 1000-ഓളം ചിത്രങ്ങൾ ഈ റബ്ബർ കൊണ്ടെടുക്കാം. ഒരു ഇന്ത്യയുടെ മാപ്പ് എടുക്കാൻ കഴിയും, ഒരു കേരളത്തിന്റെ മാപ്പ് പകർത്തിയെടുക്കാൻ കഴിയും. ഇത് പഠിക്കുന്ന കുട്ടികളില്ലാത്ത വീടുകളിൽ അവർക്ക് ഒട്ടനവധി പ്രൊജക്ട് വർക്കുകൾ, അസൈൻമെന്റ് വർക്കുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഇത് കാര്യങ്ങൾ ഒരു തവണയെങ്കിലും കുട്ടികളോടൊന്ന് അവതരിപ്പിക്കാൻ കഴിയണം. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് പടം പകർത്തിയെടുക്കാൻ കഴിയും, ഒരു ചിത്രം എടുക്കേണ്ട രീതി അവരെ കാണിച്ചു കൊടുക്കാൻ കഴിയും. ഈ പടം നമ്മൾ എവിടെ എടുക്കണമെങ്കിലും എടുക്കേണ്ട പേപ്പറിൽ ഈ റബ്ബർ തുടയ്ക്കണം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അസൈൻമെന്റ് വർക്കുകളൊക്കെ ചെയ്യാം. ഇനി നമ്മുടെ കുട്ടികൾക്ക് പകർത്തേണ്ട പടം ഇതിന്റെ മുകളിൽ വെക്കണം. ഇനി ഇതുപോലെ ഒരു പൈസയോ സ്പൂണോ കൊണ്ട് ഇതിന്റെ മേളിലൊന്ന് അമർത്തുക. പിന്നെ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, ഇതൊരു പഴയ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ടില്ല, അവർ മൊബൈല് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് 1000-ഓളം ഫോട്ടോഗ്രാഫികൾ ഈ റബ്ബർ കൊണ്ട് ഇതുപോലെ പകർത്തിയെടുക്കാൻ കഴിയും. പിന്നെ 3 എണ്ണം 50 രൂപയാണ്. 1000-ഓളം ചിത്രങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ റബ്ബർ കൊണ്ട് പകർത്തിയെടുക്കാൻ കഴിയും. കുട്ടികളെ സ്നേഹിക്കുന്ന ആർക്കും ഇത് വാങ്ങിക്കൊടുക്കാൻ കഴിയും. കുറച്ചു നേരം നമ്മുടെ കുട്ടികൾക്ക് മൊബൈലെങ്കിലും കുത്താതിരിക്കും.